നമ്മുടെ അന്ന ഹാത്തവേ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമയാണ് ദ എൻഡ് ഓഫ് ഓക്ക് സ്ട്രീറ്റ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് റോബർട്ട് മിച്ചൽ. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സിനിമ തുടങ്ങി ഒരു 82 നടക്കുന്ന ഒരു ആ കാലഘട്ടത്തുള്ള ഒരു ഗ്രാമം, ഒരു സ്ട്രീറ്റ്. അവിടെ ഒരു ഫാമിലിയെ പരിചയപ്പെടുത്തുന്നു, അവരുടെ ചുറ്റുപാടുകൾ, അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഈ ഫാമിലി എവിടെയെങ്കിലും ട്രിപ്പ് പോണ സമയത്ത് ദിനോസറിൻ്റെ വായി ചെന്ന് വിടും. കാരണം നമ്മൾ ഓൾറെഡി പോസ്റ്ററിലൊക്കെ ദിനോസറൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടല്ലോ. അവിടെ കിടന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കും. കുറേ എണ്ണത്തിന് എങ്കിലും 1-2 ദിനോസർ തിന്നും. ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ ലാസ്റ്റ് രക്ഷപ്പെട്ട് വലിഞ്ഞു കയറി ദിനോസർ ഇങ്ങനെ കടിക്കാൻ പോകുമ്പം ഇങ്ങനെ ചാടിപ്പോയിട്ട് രക്ഷപ്പെട്ട് ഇവിടെ ഇനി പോകും. അങ്ങനെയുള്ളൊരു സിനിമ ആയിരിക്കും ഒന്ന് വിചാരിച്ചെടുത്ത് തുടക്കം ഒരു 10 മിനിറ്റ് ഇങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കിടു സാധനമാണ്. അതെന്താണെന്ന് ഞാൻ പറയല്ലോ. ഒരു ചെറിയ ടൈം ട്രാവൽ കോൺസെപ്റ്റിനകത്തുണ്ട്. ടൈം ട്രാവൽ ഒരാളോ 2 പേരോ അങ്ങനെയല്ല, വേറൊരു സാധനമാണ്. നമ്മൾ രാവിലെ ഉറക്കം ഒഴിച്ചിട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ കുറേ പട്ടിയും പൂച്ചയും മറ്റേ പക്കിയൊക്കെ പറക്കും പോലെ കുറേ ദിനേസറും ആ സമയത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാലഘട്ടത്തുള്ള കുറേ ജീവികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കണ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതിൽ തന്നെ ഇത് ടെക്നിക്കലി ഇത് ചെയ്തു വച്ചിരിക്കുന്നത് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സ്. ഈ തിയേറ്റർ വലിയ ബ്രഹ്മാണ്ഡ തിയേറ്ററിലൊന്നുമല്ല ഞാൻ കണ്ടത്, പക്ഷേ ഓരോ ശബ്ദവും വേറിട്ട് നോക്കിയേക്കാൻ പറ്റും പലയിടത്തു നിന്ന്. ഇപ്പം ഇവിടെ നിന്ന് ഇവർ നിൽക്കുമ്പം എത്ര കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ദിനോസർ ഏത് ഡയറക്ഷനിൽ നിന്ന് വിളിക്കുന്നതെന്നുള്ളത് നമുക്ക് ഭയങ്കര രസമായിട്ട്, അത് ഭയങ്കര പരിപാടി കേട്ടോ. ഈ സാധനം വരണ സമയത്ത് ഇതൊക്കെ വരണ സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീര വർക്കാണ്. അത് മാത്രം ഈ പടം കാണാൻ വർത്താണ്. ഈ പടം ഇങ്ങനെ ഈ ഒരു ഇത് വരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് സീറ്റ് എഡ്ജ് പരിപാടികൾ. ഇപ്പോൾ പിടിക്കും എങ്ങനെ ഒരു സർവൈവ് ചെയ്യും എന്നുള്ള ഒരു സാധനം സർവൈവൽ മോഡിലോട്ട് പോയി ട്രാക്കിലായി. അങ്ങനെ പോയി നല്ല രസത്തിൽ ഒരു പൊടിക്ക് ലാഗടിക്കാതെ നല്ല ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അതിൽ ഈ ടൈം ട്രാവൽ കോൺസെപ്റ്റ് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇത് എൻഡിങ് പോകണമല്ലോ. അപ്പോൾ ഇതിൻ്റെ 3rd ആക്ട് വരുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാനെന്ന് തോന്നി. സ്റ്റിൽ മോശമല്ല, അതാണ് ഒരു നെക്സ്റ്റ് ലെവൽ സാധനം അവസാനം വന്നില്ല. അതായത് ഒരു വലിയ ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവരുടെ പെയിൻ നമ്മളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അതെവിടെയോ ഒന്ന് മിസ്സിംഗ് ആണ്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം നായകനല്ലേ, നായികയല്ലേ, ഇവർ ചാവൂല. ആ ഒരു സാധനം ഇതിനകത്തില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ആർട്ട് ഒരുപാട് വീടുകളിൽ ഇവർ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ ഇൻറ്റീരിയർ സാധനങ്ങൾ വേണ്ടേ, അത് ആ കാലഘട്ടത്തിൽ അനുസരിച്ച് സെറ്റ് ചെയ്ത് ഈ ആ ഒരു സ്ട്രീറ്റ് മൊത്തം അവർ സെറ്റിട്ടതാണോ VFX ആണെന്ന് തോന്നുന്നില്ല. ഗംഭീര വർക്ക്. അതുപോലെ ഈ ദിനോസർ ഈ പറഞ്ഞ പാമ്പ് വേതാളം വലിയ കാണിക്കുന്ന സമയത്ത് ഭയങ്കര പെർഫെക്റ്റാണ്. അതിൻ്റെ ഓട്ടോ ചാട്ടവും അതിൻ്റെ വിളിയും കാര്യങ്ങളും അതിൻ്റെ സൗണ്ട് മിക്സും എല്ലാം നമ്മൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മൾ ഇന്നാവും. അത്ര ഗിഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നെക്സ്റ്റ് ലെവൽ പരിപാടി ഇല്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ദിനോസർ അപരാധം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് ഫാർ ബെറ്ററാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും കുറച്ച് ലോജിക്ക് കല്ലുകടി. അതായത് ടൈം ട്രാവൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. മനുഷ്യർ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, വേറെ ആൾക്കാർ സംഭവിക്കുന്നുണ്ട്. സ്റ്റിൽ എന്തുകൊണ്ട് ദിനോസറും ഈ സാമാനങ്ങളൊക്കെ ചാടി ടൈം ട്രാവൽ അടിച്ച് വന്നൂടെ എന്ന് നോക്കി ചിന്തിച്ച് പോകുന്നുണ്ട്. അതുപോലെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇതിങ്ങനെ ഓടിച്ചാടി നടക്കണ്, ഒരു നിവൃത്തിയില്ല. പിന്നെ പുല്ലെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ നീ നമ്മളാരും നോക്കിക്കോളാം, നീ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് T-Rexൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ അവർ കിടന്ന് ഓടുന്നുണ്ട്. T-Rexനെ ഇങ്ങനെ കമ്പക്കിട്ട് കുത്തു. അതൊക്കെ പിന്നെ അതിൽ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. കുറേ കാലം ഒരു കാര്യം കണ്ട് പരിചയിച്ച് വരുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പോവാം. പിന്നെ ചില സമയത്ത് ചില സിനിമകളിൽ ഇതുപോലെ വള്ളി പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെ പോയിട്ട് വള്ളി പിടിക്കുന്ന ടീമുകളുണ്ടല്ലോ, എക്സ്ട്രാ ഒരെണ്ണം കൂടി എടുത്ത് കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ 1-2 കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ആ സീറ്റ് എഡ്ജും ആ ചേസിങ്ങും ആ സർവൈവലും അതൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷേ ടെക്നിക്കലി വൻ പരിപാടിയാണ്. ഗംഭീര മേക്കിങ്, ഗംഭീര സൗണ്ട്സ്, ഗംഭീര വിഷ്വൽസ്. നമ്മൾ ആ ടെറൈനകത്ത് അങ്ങ് ആവും. അതും ആ പ്ലോട്ടിൻ്റെ ഒരു പുതുമയുണ്ട്. സാധാരണ കണ്ട ഒരു ക്ലീഷേഡായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് പരിപാടിയല്ല ഇതിൽ വേറൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ എൻഡിങ് കുറച്ചുകൂടി രസകരമാക്കാമായിരുന്നു, കുറച്ചുകൂടി എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം എത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞേ, എനിക്കൊന്നാമത് ഈ പാമ്പ് മേതാളം വലിയ പിടിക്കാത്തതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ സിനിമ എന്നെ ആസ്വദിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ 18+ സിനിമയാണ്. കുറച്ച് കൈവെട്ട് പരിപാടിയൊക്കെ ഉണ്ട്. എന്നാലും 18+ കൊടുക്കാൻ വേണ്ടി
പിന്നെ ഈ ദിനോസർ ഇണ ചേർന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് പോകില്ല, 18+ ആണ്, പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയിരുന്നെങ്കിൽ നമ്മൾ പണ്ട് ജുറാസിക് പാർക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ കിട്ടുന്ന വായും പൊളന്നിരുന്ന് കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പണ്ട് നമ്മൾ പഴയ ജുറാസിക് പാർക്ക്, അത് നമ്മുടെ കുട്ടികൾക്ക് ഇത് തിയേറ്ററിൽ കാണിച്ചാൽ അവർക്ക് കിട്ടുന്ന പരിപാടി ഇതിനകത്തുണ്ട്. അവർക്കത് അങ്ങനെ ഒരു 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 ഹൈ കിട്ടുന്ന സംഭവങ്ങൾ ഇതുണ്ട്. നമ്മളിനെ ഒരുപാട് കണ്ടിട്ടില്ലേ. അതിൻ്റെ ദിനോസറിനെ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, പിള്ളേരൊക്കെ അല്ലാതെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനത്തെ പരിപാടികൾ ഇതിൽ വന്ന് തിയേറ്ററിൽ കാണുമ്പോൾ അത് ഒരു രസമായിരിക്കും. പക്ഷേ ഈ 18+ പടമാണ്, പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ അത് ക്യൂട്ടായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, അല്ലാതെ വൾഗറായിട്ട് കാണിച്ചിരിക്കില്ല. അത് ക്യൂട്ടായിട്ട് ഒരു പ്രകൃതിയുടെ ഒരു ഭംഗിയായിട്ടാണ് ആ സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ഇംഗ്ലീഷ് പടം നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ ഒഡീസിയെ കണ്ടിരിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോകാം. തീർച്ചയായിട്ടും ഇത് കൊള്ളാം, അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. എന്തരാ വരട്ടെ.